भारत माता की, भारत माता की, भारत माता की। ഇന്ത്യക്ക് അപമാനമൊന്നും ട്രംപിന് അപമാനം. ആ റാസ്കലിനെ ആര് മൈൻഡ് ചെയ്യാൻ? അവന്റെ കച്ചവട താല്പര്യത്തിന് ഉള്ളിൽ ഉപയോഗിക്കാൻ വേണ്ടി, ചൈനയും പാകിസ്ഥാൻ ഉപയോഗിക്കാൻ വേണ്ടി ആ റാസ്കൽ ഇറങ്ങി തിരിച്ചിരിക്കുക. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവന്റെ ഒന്നും ഔദാര്യം ആവശ്യമില്ല. ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് അവന്റെ ഔദാര്യം വേണ്ട. അയ്യോ, അവൻ ആര്? അവൻ ഇന്ത്യക്കാരും നമ്മളെ വെച്ചിട്ട് അവന് ഇവിടെ റാസ്കലാണ്. അവന്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് ഇവിടെ അറിയണ്ടെന്ന് ഇന്ത്യയിലെ ജനം പറയും. വൃത്തികെട്ടവൻ. അവന്റെ ഔദാര്യം വേണോ നമുക്ക്? നമ്മളിവിടെ ആരുമായിട്ട് ചർച്ചയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ. അവന്റെ ഉദ്ദേശം തന്നെ കാശ്മീർ ഒരു പ്രശ്നമാക്കി മാറ്റാമെന്ന് അവൻ നോക്കുന്നത്. അവന്റെ ജീവിതകാലം മുഴുവൻ അമേരിക്ക പട്ടാള കച്ചവടം, നമ്മുടെ ആയുധ കച്ചവടം നടത്താമെന്ന് നോക്കുക. വൃത്തികെട്ടവൻ. അവന്റെ വ്യാപാര മനസ്സാ. റാസ്കലാണ് അവൻ. അവനെ ഞങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യയിലെ ജനം മൈൻഡ് ചെയ്യില്ല, ഒരു സംശയം വേണ്ട. മോദി മാന്യനായതുകൊണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാ അദ്ദേഹം. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്, കാശ്മീർ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പം എടാ റാസ്കലെ, നിന്റെ ഔദാര്യം ഇല്ലെന്ന് അതിനർത്ഥം. അതെല്ലാം പേര് വെച്ച് പറഞ്ഞ് നിർബന്ധം പിടിക്കാതെ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ് ആണവ കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കി അവിടെ ഭയങ്കര റേഡിയേഷൻ ഉണ്ടാക്കി ഇന്ത്യ ലോകരാജ്യത്തിന് മുന്നിട്ട് നിൽക്കുക മാത്രമല്ല ഇന്ത്യയുടെ പേരും പ്രശസ്തിയും വാനോളം ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം മോദിയുടെ പേരും. മോദി ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉധംപൂർ എയർപോർട്ടിൽ വന്ന് അവിടെ പട്ടാളക്കാരോടൊപ്പം ആനന്ദ നൃത്തമാടി ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് അദ്ദേഹം വിജയാഹ്ലാദം സൈനികരോടൊപ്പം പങ്കുവച്ചിരിക്കുക. അതിൻ്റെ ഭാഗമാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ PC ജോർജ് കൃത്യമായി ഇന്ത്യയുടെ നരേന്ദ്രമോദിയെക്കുറിച്ചും ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ചും പറയുകയാണ്. പാകിസ്ഥാൻ 3 കഷ്ണമായി മാറും. ഇനി പാകിസ്ഥാന് സർവനാശമായിരിക്കും. ഇനി ഏട്ടം ഇങ്ങോട്ട് ഒന്ന് കണ്ണ് നോരുട്ടി നോക്കിയാൽ തിരിച്ച് കണ്ണ് കുത്തി പൊട്ടിക്കാൻ മാത്രമല്ല ആളെ ഉണ്ടാവില്ല, പാകിസ്ഥാനെ ഉണ്ടാവില്ല. അതായിരിക്കും ഗതി എന്നാണ് നമ്മുടെ PC ജോർജ് പറഞ്ഞത്. അതിലപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ട്രംപ് റാസ്കലാണ്. അവൻ എന്താണ് ഇന്ത്യയുടെ കാര്യത്തിൽ, അവൻ ആര് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. വൃത്തികെട്ടവനാണ് ട്രംപ്. ഇന്ത്യയുടെ പേരിൽ മുതലെടുക്കുകയാണ്. നമ്മുടെ മോദിക്കോ ഇന്ത്യക്കോ അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ ഔദാര്യം വേണ്ട. അതിൻ്റെ ഇടയിൽ ട്രംപ് പറയുകയുണ്ടായി, പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ബിസിനസ് നടക്കണമെങ്കിൽ യുദ്ധം നിർത്തിക്കോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് യുദ്ധം നിർത്തിയതെന്ന് പറഞ്ഞു. പിന്നെ അണുവായുധം പ്രയോഗിക്കും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. വലിയ പ്രചാരമുണ്ടായിരുന്നു. എന്തായാലും ട്രംപ് അവകാശപ്പെട്ടത് അദ്ദേഹമാണ് ഈ വെടിനിർത്തൽ കൊണ്ടുവന്നത് എന്നാണ്. അദ്ദേഹമാണ് ആദ്യമായി ട്വീറ്റ് ചെയ്തത്. ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള യുദ്ധത്തിൽ ആരുടെയും ഔദാര്യം ഇന്ത്യക്ക് വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ മുട്ടുകുത്തി ഇനിയും അനങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ 3 കഷ്ണമായി മാറുമെന്ന് പറഞ്ഞ PC ജോർജ് ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ട്രംപ് അവൻ ആര് വൃത്തികെട്ട റാസ്കലാണ് എന്നാണ്. മോദിക്ക് അവൻ്റെ ഔദാര്യം വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PC ജോർജ് പറഞ്ഞ പൂർണ്ണമായി എന്നോടൊന്ന് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് കേൾക്കാം. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ അത് നടപ്പാക്കുന്നതിന് അദ്ദേഹം ആർക്കും അറിയില്ലാതെ എല്ലാവർക്കും അറിയാം. ഇത്തവണ അദ്ദേഹം പറഞ്ഞ് മര്യാദയ്ക്ക് നമ്മൾ കേട്ടിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഈ ഗതി വരുമോ? പാകിസ്ഥാന്റെ പണി തീർന്നില്ലേ? 3 രാജ്യമാകാൻ പോവാ. ആ ഗതിയാ. എന്തുകൊണ്ട്? ഇതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിനോട് മാന്യത. പട്ടാളക്കാർ യുദ്ധം ചെയ്ത് പാവപ്പെട്ട പട്ടാളക്കാരുണ്ട് ഈ രാജ്യത്തെ സേവിക്കുന്നവർ. നമ്മളെല്ലാം സ്വസ്ഥമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാനും ജീവിക്കാനും അവസരം കൊടുക്കുന്ന ഈ നല്ലവരായ പട്ടാളക്കാരുടെ സേവനമാണ്. അവരെ നേരിട്ട് പോയി വിമാനത്താവളത്തിൽ പോയി കണ്ട് അവരോടൊപ്പം ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് സിന്ദാബാദും വിളിച്ച് നരേന്ദ്രമോദിജി പോകുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ അവിടെ വെച്ചാൽ പ്രഖ്യാപിച്ചത് അനങ്ങിയാൽ തീർത്ത് കളയുന്നു. ഒരു സംശയമാണ്, തീർത്ത് കളയണം. പക്ഷേ പാവപ്പെട്ട ജനങ്ങളെ കൊല്ലുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ജനങ്ങളെ കൊല്ലുന്നതിനോട് ഇന്ത്യക്ക് അഭിപ്രായമില്ല. പാകിസ്ഥാനിലെ ജനങ്ങളെ കുറ്റക്കാരൊന്നുമല്ല, അവിടുത്തെ ഭരണാധികാരികളെന്ന വിവരദോഷികളും എംബോക്കുകളും ചേർന്ന് കാണിക്കുന്ന വൃത്തികേടായത്. അവരെ എന്റെ അഭിപ്രായത്തിൽ ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ ആദ്യം അവരുടെ തലസ്ഥാനവും രാഷ്ട്രീയ നേതാക്കന്മാരെ തന്നെ മുന്നിടണം. ഭീകരവാദിക്ക് തുല്യമായിട്ട് അവരെ കൂടെ കണക്കാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മോദിജിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയിലെ ജനം മുഴുവൻ പിന്തുണയുണ്ട്. തീർച്ചയായും 100 പിന്തുണ നൽകുന്നു. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയെ പറ്റി നമുക്ക് പരാതിയുണ്ട്.
അവര് പണ്ട് മുതലേ നെഹ്റുവിന്റെ കാലം മുതലേ ഉള്ള വൃത്തികേട് കൊണ്ടാണല്ലോ ഈ റവല്യൂഷൻ എല്ലാം നടക്കുന്നത്. സത്യത്തിൽ ഇപ്പം മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ ഇന്ത്യ രാജ്യം ഇതുപോലെ ആകലായിരുന്നു. പാകിസ്ഥാൻ ഉണ്ടാക്കിയതും പാകിസ്ഥാൻ ഇങ്ങനെ കൊടുത്തതും പിന്നെ കാശ്മീർ അധിനിവേശ കാശ്മീർ ഉണ്ടാക്കിയതും ഒക്കെ നെഹ്റുവിന്റെയും കോൺഗ്രസിന്റെയും കളിയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. കോൺഗ്രസ് തകർന്നറിയേണ്ട ഒരു പാർട്ടിയാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ പറയുന്നതാണ് എന്റെ അഭിപ്രായം. ഈ അമേരിക്ക ഈ യുദ്ധം വ്യാപാരം നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ യുദ്ധം നിർത്തിക്കോ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നിർത്തിയെന്ന് ട്രംപ് പറയുന്നത്. ഈ ട്രംപ് ശരിക്ക് അങ്ങനെ പറയുന്നത് ഇന്ത്യക്ക് ഒരു അപമാനമല്ല? ഇന്ത്യക്ക് അപമാനമൊന്നും, ട്രംപിന് അപമാനം. ആ റാസ്കലിനെ ആര് മൈൻഡ് ചെയ്യാൻ? അവന്റെ കച്ചവട താല്പര്യത്തിന് യുദ്ധം ഉപയോഗിക്കാൻ വേണ്ടി ചൈനയും പാകിസ്ഥാൻ ഉപയോഗിക്കാൻ വേണ്ടി ആ റാസ്കൽ ഇറങ്ങി തിരിച്ചിരിക്കുക. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവന്റെ ഒന്നും ഔദാര്യം ആവശ്യമില്ല. ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് അവന്റെ ഔദാര്യം വേണ്ട. അയ്യോ, അവൻ ആര്? അവൻ ഇന്ത്യക്കാര്. നമ്മളെ വെച്ചിട്ട് അവനെ ഒരു റാസ്കലാണ്. അവന്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് ഇവിടെ അറിയണ്ടെന്ന് ഇന്ത്യയിലെ ജനം പറയും. വൃത്തികെട്ടവൻ. അവന്റെ ഔദാര്യം വേണോ നമുക്ക്? നമ്മളിവിടെ ആരുമായിട്ട് ചർച്ചയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ. അവന്റെ ഉദ്ദേശം തന്നെ കാശ്മീർ ഒരു പ്രശ്നമാക്കി മാറ്റാമെന്ന് അവൻ നോക്കുന്നത്. അവന്റെ ജീവിതകാലം മുഴുവൻ അമേരിക്ക പട്ടാള കച്ചവടം, നമ്മുടെ ആയുധ കച്ചവടം നടത്താമെന്ന് നോക്കുക. വൃത്തികെട്ടവൻ. അവന്റെ വ്യാപാര മനസ്സാ. റാസ്കലാണ് അവൻ. അവനെ ഞങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യയിലെ ജനം മൈൻഡ് ചെയ്യില്ല. ഒരു സംശയം വേണ്ട. എന്തുകൊണ്ടാണ് എന്നിട്ട് മോദി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ട്രംപിനെതിരെ? മോദി മാന്യനായതുകൊണ്ട്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാ അദ്ദേഹം. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്, അമേരിക്കയോട് ഒരു ഔദാര്യം, അമേരിക്ക എന്നല്ല ഓരോ മൂന്നാം കക്ഷിയുടെ ഔദാര്യം കാശ്മീർ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പം, എടാ റാസ്കലെ, നിന്റെ ഔദാര്യം ഇല്ലെന്ന് അതിനർത്ഥം. അതെല്ലാം പേര് വെച്ച് പറഞ്ഞ് നിർബന്ധം പിടിക്കാതെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ യുദ്ധത്തിൽ പെട്ടെന്ന് ഒരു യുദ്ധവിരാമം ഉണ്ടായത്, വെടിനിർത്തലാണ് ഉണ്ടായത്. എന്നിട്ടും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു, ഷെല്ല് അയച്ചു. അത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? പാകിസ്ഥാൻ അമ്മനും ആശാനും ഇല്ല. ആരാ നിയന്ത്രണം, ആര് നേതാവ്, ആര് പട്ടാളി, ഇതൊന്നും തീരുമാനമില്ല. ആദ്യം മനസ്സിലാക്കുക. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കുഴപ്പമാണ്. അതായത് എപ്പോഴാണ് വെടിനിർത്തമുണ്ടായി? അവിടുത്തെ പ്രതിരോധ മന്ത്രി നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയൊക്കെ അറിഞ്ഞ് കാലെ പിടിക്കായിരുന്നു നമ്മൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. അങ്ങനെ അവരാവശ്യപ്പെട്ടതിനൊക്കെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ യുദ്ധം നിർത്താൻ തയ്യാറായത്. നമുക്കല്ലെങ്കിൽ യുദ്ധം നടത്തുന്ന ആഗ്രഹമില്ലല്ലോ. മനുഷ്യരെ കൊല്ലുന്നത് നമുക്ക് അഭിപ്രായമില്ലല്ലോ. നമ്മള് തീവ്രവാദികളെ മാത്രമല്ലേ കൊല്ലുന്നത്. തീവ്രവാദത്തിനെതിരെ ഉള്ള നടപടി ഇനി ഉണ്ടാവുന്ന അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കെ. ഇത് കഴിഞ്ഞ് ശരിയാണ്, യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടും ചില മേഖലയിൽ നിന്ന് അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പാകിസ്ഥാനിലെ ഭരണാധികാരിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ലത്. പാകിസ്ഥാൻ ഇപ്പൊ 3 രാജ്യങ്ങളായി മാറി തിരിഞ്ഞുകൊണ്ടിരിക്കുക. ബാലുചിസ്ഥാൻ ഒരു രാജ്യമാണ് പ്രഖ്യാപിച്ചു, വേറെ 2 കൂടെ ആകാൻ പോവാ. ഇപ്പം പാകിസ്ഥാൻ ഈ യുദ്ധത്തോട് പാകിസ്ഥാൻ ഇല്ലെന്നാകുന്നു എന്നാണ് സത്യം. ആ വസ്തുത മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. അത് ഇപ്പം അവിടെ നിന്ന് ആരെങ്കിലും ഒരുത്താൻ, ഈ ബാലുചിസ്ഥാൻ അവിടെ നിന്ന് അവന്മാർ ആക്രമിച്ചാൽ പാകിസ്ഥാൻ തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പാകിസ്ഥാനോട് തീർന്നു പോയി. അതാണ് ഇതിന്റെ സത്യം. ഈ അണുവായുധങ്ങൾ പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്ന അണുവായുധങ്ങൾ അവിടെ വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നുള്ള ഒരു വാർത്ത ഉണ്ടല്ലോ, അത് എത്രമാത്രം സത്യമാണ്? ഞാൻ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വിശ്വസിക്കുന്നത്. പ്രധാനമന്ത്രി വിശ്വസിക്കുന്ന പറഞ്ഞ് നിന്റെ അണുവായുധമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്ന് പറയുമ്പോൾ അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അണുവായുധം ഇവരുണ്ടെന്ന് പറയുന്നത് ശരിയാണോ എന്നത്, ഉണ്ടെങ്കിൽ ശരിയാണെങ്കിൽ അത് കവർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം മോദിജി നടത്തിയിട്ടുണ്ട്. ഒരു ഭയം കൂടാതെ ജീവിച്ചോളാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഭയം അതുകൊണ്ടില്ല. അതായത് ഇന്ത്യ ഇപ്പോഴാണ് പരസ്യമായിട്ട് ഇത്രയും ശക്തമായ രൂപത്തിൽ ഭീകരവർക്കെതിരെ പോരാട്ടം തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ PC ജോർജ് നേരത്തെ തന്നെ ഈ തീവ്രവാദികൾക്കെതിരെ പോരാട്ടം തുടങ്ങിയിട്ട് അതിന് ധാരാളം ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വന്നു. എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനുള്ളത്, അതെല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ അന്ന് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദം, യുവന്മാരുടെ തീവ്രവാദം എത്ര ഭീകരമാണെന്ന് ഇപ്പോഴെങ്കിലും ലോകം മനസ്സിലാക്കിയതിൽ ഞാൻ സംതൃപ്തനാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.